ഒന്ന് പിടിക്കണം. വെയിറ്റ് ഉണ്ട്. ശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദല ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. എല്ലാവർക്കും നമസ്കാരം. കേരള കലോത്സവത്തിൻ്റെ 2ാം ദിവസത്തെ ഈ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയായി. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുവാനായി കോൺഫെഡറേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ലിബി ബെഞ്ചമിൻ, ആന്ധ്രാപ്രദേശിലെ മലയാളികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആന്ധ്രാപ്രദേശിലെ മലയാളികളെ സംഘടിപ്പിക്കുവാൻ വേണ്ടി വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ശ്രീ ലിബി ബെഞ്ചമിനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഇതേ വേദിയിൽ നമ്മളൊരു മഹാസമ്മേളനം നടക്കുകയുണ്ടായി, മലയാളി സംഗമം. ആ മലയാളി സംഗമത്തിൽ പങ്കെടുക്കുവാനായി കേരളത്തിൽ നിന്നും ഒരു വിശിഷ്ട വ്യക്തിത്വം ഇവിടെ എത്തി. നമ്മുടെ ഐക്യവും നമ്മുടെ സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം നമുക്കൊരു വാഗ്ദാനം നൽകി. ഇതിൻ്റെ സംഘാടകരോട് പറഞ്ഞു, കേരളത്തിലെ അനുഷ്ഠാന കലകളെയും കേരളത്തിൻ്റെ തനത് കലകളെയും നിങ്ങൾക്കായി കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സമ്മാനം എന്നുള്ള നിലയിൽ ഇവിടേക്ക് അയച്ചു തരാമെന്ന്. ഇത് കേൾക്കേണ്ട താമസം ഇതിൻ്റെ സംഘാടകർ അന്നു മുതൽ അതിൻ്റെ പ്രയത്നങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ നിറവേറലാണ് ഈ 2 ദിവസങ്ങളിലായി കേരള കലോത്സവമായി ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ ആ വിശിഷ്ട വ്യക്തിത്വം ഇവിടെ നിരന്നിരുന്ന നിരവധി ആളുകളുമായി പരിചയപ്പെട്ടു. ആ പരിചയപ്പെടലിനിടയിൽ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, കണ്ണൂരിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഈ ഹൈദരാബാദിലുണ്ട് എന്ന്. അതിൽ ചില ബിരുദന്മാർ അവസരം മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെയുണ്ട്, പക്ഷേ നാട്ടിലൊന്ന് പോയി വരണമെങ്കിൽ വളരെ ദുരിതമാണ്. എന്തുപറ്റി എന്ന് ചോദിച്ച് അദ്ദേഹത്തെ അവരൊരു ഊരാക്കുടുക്കിൽപ്പെട്ടു. ഞങ്ങൾക്കൊരു ട്രെയിൻ കൂടി വേണം. പക്ഷേ അതിന് പ്രത്യേകിച്ചൊരു മറുപടി ഒന്നും പറയാതെ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു പോയ അദ്ദേഹം, ഞങ്ങൾക്ക് നേരിട്ടറിയാം ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയുടെ കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു പ്രത്യേക സെല്ലുണ്ട്. അവരിൽ നിരന്തര സമ്മർദ്ദം ചെലുത്തി നമുക്കൊരു ട്രെയിൻ ലഭിക്കുവാനിടയായി. ബജറ്റിൽ നിരവധി വാഗ്ദാനങ്ങൾ നമുക്ക് നൽകാറുണ്ട്. നിരവധി ബജറ്റ് വാഗ്ദാനങ്ങൾ നിറവേറാതെ നടപ്പാകാതെയും പോകുന്നുണ്ട്. പക്ഷേ മലബാറിനായി അനുവദിച്ചു തന്ന ആ ട്രെയിൻ വളരെ രഹസ്യമായി കരുക്കൾ നീക്കി സമയത്ത് തന്നെ ഓടിക്കുവാനുള്ള തീരുമാനമെടുപ്പിച്ചതിൻ്റെ പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വജനപക്ഷപാതവും കൂടി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഈ സ്വജനപക്ഷപാതം എന്ന് പറയുമ്പോൾ നിഷ്പക്ഷത ഒരു ശരിയായ നടപടിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഗുണമാണ് എന്നൊരിക്കലും നമുക്ക് പറയുവാൻ പാടില്ല. കഷ്ടപ്പെടുന്നവൻ്റെ പ്രയാസപ്പെടുന്നവൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും മർമ്മമെന്ന് മനസ്സിലാക്കിയ നേതാവ് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി 7 തവണ കേരള നിയമസഭയിലേക്ക് ഇന്ന് 31ാം വർഷം തികച്ചിരിക്കുന്ന അദ്ദേഹം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 1982, 1987, 1991, 96, 2001, 2006, 2011 എന്നിങ്ങനെ തുടർച്ചയായ 7 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്ന്, കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട, കേരളത്തിൽ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും അവകാശപ്പെടുവാനില്ലാത്ത, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അപൂർവമായി ലഭിക്കുന്ന ജനകീയ ബഹുമതി നേടിയെടുത്ത ആ നേതാവ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സാർ ഇന്നലെയും ഇന്നുമായി ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തന്ന കലാസംഗമയുടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിൽ പണിയെടുക്കുന്നവൻ്റെ കരുത്തിനെയും അവൻ്റെ ദൈന്യതയും വിളിച്ചോതുന്ന നാടൻ പാട്ടുകൾ, അതോടൊപ്പം കേരളത്തിൻ്റെ അനുഷ്ഠാന കലകൾ, ഭക്തിയും
രൗദ്രവും എല്ലാം ഒത്തുചേർന്നിറങ്ങിയ നിരവധി പരിപാടികളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സർ, ഞാൻ നേരിട്ട് കണ്ടു. ഇന്നലെ ഒരു ചെറിയ കുട്ടി തൻ്റെ മുത്തശ്ശിയോട് എന്ന് മുടിയേറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു ഇതെന്താണ് എന്ന്. ഇങ്ങനെ ഇവിടുത്തെ 10 കുട്ടികൾ അവരുടെ രക്ഷിതാക്കളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരായി. ഈ കേരള കലോത്സവത്തെ ഞങ്ങൾക്കായി ഇവിടെ അണിയിച്ചൊരുക്കി തന്ന 26-ാം തീയതി ഞങ്ങളുടെ അതിഥിയായി എത്തി ഇന്ന് ഞങ്ങളിൽ ഒരാളായി എത്തിയ ബഹുമാന്യനായ ശ്രീ KC ജോസഫ് സാർ, അങ്ങേയറ്റം സന്തോഷമുണ്ട്, ബഹുമാനമുണ്ട്, നന്ദിയുണ്ട്. ആദരവോടെ നിങ്ങളുടെ ഹർഷാരവങ്ങളുടെ അകമ്പടിയോടെ, കയ്യടിയുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അന്ന് ശ്രീ KC ജോസഫിനൊപ്പം ഈ വേദി പങ്കിട്ട ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ട്, ശ്രീ പൊന്നല ലക്ഷ്മയ്യ. തൻ്റെ തൊഴിൽ രംഗത്തെ പരിചയം കൊണ്ടും മറ്റും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി തിരഞ്ഞെടുത്തത് സാമൂഹ്യ പ്രവർത്തനമാണ്. വാറങ്കൽ ജില്ലയിൽ ജനാക നിയോജക മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 4 തവണ ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളികളുടെ ഉറ്റ സുഹൃത്ത്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ചോദിക്കേണ്ട താമസം നമ്മോടൊപ്പം നിൽക്കുന്ന ശ്രീ പൊന്നല ലക്ഷ്മയ്യ സർ, വി ആർ വെൽക്കമിങ് യു ടു ഡിസൈസ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ബി മുഹമ്മദ് അഹമ്മദ് ഇന്നലെ ഒരേ ഒരു ദിവസം കൊണ്ട് ഹൈദരാബാദിലെ മലയാളികളുടെ ഇക്കയായി മാറി. മുഹമ്മദ് ഇക്ക സാധാരണഗതിയിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ കലാപ്രവർത്തകരെ ഇങ്ങോട്ട് അയച്ച് അദ്ദേഹത്തിന് തൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ചുമ്മാ ഇരുന്നാൽ മതി. പക്ഷേ ആ കലാപ്രവർത്തകരോടൊപ്പം ഇവിടെ എത്തുകയും ഇവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും നടന്ന സൗഹൃദം പുലർത്തുകയും മികച്ച ഒരു പ്രസംഗം ഇന്നലെ കാഴ്ചവെക്കുകയും ചെയ്ത കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ശ്രീ ബി മുഹമ്മദ് അഹമ്മദ്, അദ്ദേഹം പയ്യന്നൂർ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത മലയാളം അധ്യാപകനാണ്. കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സമയം എന്ന മാസികയുടെ മുഖ്യ പ്രവർത്തകൻ കൂടിയാണ്. ശ്രീ മുഹമ്മദ് അഹമ്മദിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ എം പ്രദീപ് കുമാർ, അദ്ദേഹം നാടൻ പാട്ടിൻ്റെ ചുവടിനൊത്ത് തുള്ളുന്നതും താളം പിടിക്കുന്നതും ഒക്കെ നമ്മളിവിടെ കണ്ടു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള കലോത്സവം 2013 ചുക്കാൻ പിടിച്ച കേരള കലോത്സവം സംഘാടക സമിതിയുടെ കൺവീനർ ശ്രീ ഇ വിപിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള കലോത്സവം 2013 ഫിനാൻസ് കമ്മിറ്റി കൺവീനറും തണൽ മലയാളി സേവാ സമിതിയുടെ പ്രസിഡന്റുമായ ശ്രീ പി പ്രദീപിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം ശ്രീ ജിജീഷ് KM കവിതയുടെ ആലാപന സൗകുമാര്യത്തോടെ, കവിതയുടെ ഗാംഭീര്യവും വരികളുടെ ഭംഗിയും വിട്ടുപോകാതെ അതിമനോഹരമായി നമുക്കിടയിൽ കവിത ചൊല്ലുന്ന ശ്രീ KM ജിജീഷ് ആലപിക്കുന്ന ഒരു ഗാനത്തോടെ, പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം. ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. യശശരീരനായ മലയാളത്തിൻ്റെ ജനപ്രിയ കവി ശ്രീ കടമനിട്ട രാമകൃഷ്ണനാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഈ കവിതയുടെ വരികൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കണമെന്ന്